വിശേഷിപ്പിച്ചത് അള്ളാഹുവിനെ കുറിച്ചാണ്, സൃഷ്ടാവിനെ കുറിച്ചാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഹുവ എന്നാൽ അവൻ എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് അവൻ എന്ന് വിശേഷിപ്പിച്ചത്? അള്ളാഹു ലിംഗഭേദമില്ലാത്തവനല്ലേ, പിന്നെ എന്തുകൊണ്ടാണ്? അള്ളാഹു ലിംഗഭേദമില്ലാത്തവനാണ്. ഇവിടെ ഹുവ എന്ന പ്രയോഗത്തിൽ നിന്ന് അള്ളാഹുവിന് ലിംഗമുണ്ട് എന്ന് വരുന്നില്ല എന്നാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. അറബിയിൽ ഈ രൂപത്തിലുള്ള പ്രോനൗൺസ് ഹിയ എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീയാണ് എന്ന് ഉറപ്പാണ്. എന്നാൽ ഹുവ എന്ന് പ്രയോഗിക്കുന്നത് പുരുഷനാണെങ്കിലും നപുംസകലിംഗമായിട്ടും ഹുവ എന്ന് പ്രയോഗിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതേസമയം അത് എന്ന രൂപത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ജീവനില്ലാത്ത ഒരു വസ്തുവാണ് എന്നാണ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ലിംഗഭേദമില്ലാത്ത പടച്ചവനെ ഉദ്ദേശിച്ചുകൊണ്ട് ഹുവ എന്ന് തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. ഹിയ എന്നായിരുന്നെങ്കിൽ അത് സ്ത്രീലിംഗമാണ് വരും എന്നാണ് ആ ചോദ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഉത്തരം. സഹോദരങ്ങളെ, ലിബറലിസവും നാസ്തികതയും ഇസ്ലാമും എന്ന വിഷയമാണ് ഇവിടെ രണ്ടുപേരുമായി ഞാനും മുഹമ്മദ് സാഹിബും സമർപ്പിക്കുകയും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയെല്ലാം ചെയ്തത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാവുന്നതുപോലെ ഈ സമരം കേവലം ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ആകെ ലിബറലിസ്റ്റുകളും ഈ നവനാസ്തികരെല്ലാം കൂടി ഇസ്ലാമിനെ വിമർശിച്ചാൽ ഇസ്ലാമാകെ പൊളിഞ്ഞു പോകുമെന്ന് പേടിച്ചുകൊണ്ടുള്ളൊരു ഏർപ്പാടല്ല, മറിച്ച് മാനവികമായ മൂല്യങ്ങളെ തകർത്ത്, കുടുംബത്തെ തകർത്ത്, വിവാഹത്തെ തകർത്ത് എല്ലാം തന്നെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഭീകരമായ ഒരവസ്ഥ. ആ ഒരവസ്ഥ തീർച്ചയായും നിലനിൽക്കില്ല. പക്ഷേ ഒരിക്കലും നിലനിൽക്കില്ല അത്, കാരണം അത് വലിയ മാനവവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അത് തകർന്നു പോകും. പക്ഷേ കുറേ കാലം അത് സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ പേരേണ്ടി വരും നമ്മുടെ സമൂഹം. അതുകൊണ്ട് തന്നെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നേരത്തെ സഹോദരിമാർ ചോദിച്ചപ്പോൾ മുഹമ്മദ് സാഹിബ് ഇവിടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സ്ത്രീകളോട് ലിബറലിസം ചെയ്യുന്നത് എന്താണ്? ഇന്ന് പെൺകുട്ടികളുടെ ഇടയിലെല്ലാം തന്നെ ഒരു വിവാഹ വിരോധം വളർത്തുന്നത് ലിബറലിസ്റ്റുകൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കുടുംബം എന്തിനാണ് എന്ന ചോദ്യം ഉണ്ടാക്കുന്നതിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റുകളിലൂടെ എല്ലാം തന്നെ ലിബറലിസം വിജയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപകടം ആർക്കാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. കുടുംബമില്ലാതായാൽ, വിവാഹമില്ലാതായാൽ ആർക്കാണ് നഷ്ടം? കുടുംബത്തിൻ്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കൾ കുട്ടികളാണ്, രണ്ടാമത്തെ ഗുണഭോക്താക്കൾ സ്ത്രീകളാണ്. കുടുംബമില്ലെങ്കിൽ ഉള്ള അവസ്ഥ എല്ലാ പുരുഷനും, എല്ലാ സ്ത്രീകൾക്കും, എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാർക്കും എന്നുള്ള അവസ്ഥയാണ് ഉണ്ടാവുക. വിവാഹമില്ലെങ്കിൽ അവിടെ കോഹബിഷനാണ് പിന്നീട് ഉണ്ടാവുക. അതുവഴി പുരുഷൻ്റെ താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടുക. പുരുഷൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈംഗിക ബന്ധം വഴി ഉണ്ടാകുന്ന ബാധ്യതകൾ മുഴുവൻ സ്ത്രീകൾക്കാണ്. ശാരീരികമായ ബാധ്യതകൾ, ബയോളജിക്കലായിട്ടുള്ള എല്ലാ ബാധ്യതകളും സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് തന്നെ ആ ബാധ്യതകൾ നിർവഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീ സമൂഹത്തെ സൃഷ്ടിക്കലായിരിക്കും ഇതിൻ്റെ ഫലം. കുട്ടികൾക്ക് സ്വയം പര്യാപ്തരാകണമെങ്കിൽ മനുഷ്യക്കുഞ്ഞിന് 13 വയസ്സെങ്കിലും ആവണം. ആ 13 വയസ്സ് വരെയും അവരെ പോറ്റേണ്ട ഉത്തരവാദിത്തം ആരിൽ നിന്നാണോ കുഞ്ഞ് പുറത്തിറങ്ങിയത് ആ വ്യക്തിത്വം അഥവാ സ്ത്രീക്ക് തന്നെയായിരിക്കും. കാരണം പുരുഷൻ്റെ പണി കേവലം ലൈംഗികാസ്വാദനവും കുഞ്ഞു നിർമ്മാണവും മാത്രമായി മാറും. അതാണ് അത്തരം സമൂഹങ്ങളിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആണ് പടച്ചവൻ മനുഷ്യന് മാത്രം ആയി കുടുംബ സംവിധാനം ഉണ്ടാക്കിയത്. കുടുംബ സംവിധാനം മനുഷ്യരിൽ മാത്രമാണ് ഈ രൂപത്തിൽ നിലനിൽക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വളർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ സമയത്ത് വൈകാരികമായ സപ്പോർട്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം തകരുകയാണ് ലിബറലിസത്തിൻ്റെ സാമൂഹ്യ സങ്കല്പ പ്രകാരം ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ ഹരാരെ അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങളിൽ ആവർത്തിച്ച് പറയുന്നതാണ്, കുടുംബം തകരേണ്ടതില്ല, തകർക്കേണ്ടതില്ല, സ്വാഭാവികമായി തകർന്നുകൊള്ളും. അതാണ് ആധുനികത, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംഭവിപ്പിക്കുന്ന രൂപത്തിലുള്ള സാമൂഹ്യ ക്രമമാണ്, വിദ്യാഭ്യാസ ക്രമമാണ്, എൻ്റർടൈൻമെൻറ്റ്സ് ആണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗരൂകരാവുക. ഇത്
ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടല്ല, മറിച്ച് മാനവികതയെ, മനുഷ്യത്വത്തെ, മാനവ സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ഇസ്ലാമിലാണ് മാനവികതയുടെ പക്ഷമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.